ഹായ്, ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്ന് എക്സലിലെ ചില ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒരു 10 ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ളതാണ്, വലിയ പ്രയാസമൊന്നുമുള്ളതല്ല. അപ്പം ഇവിടെ നമ്മൾ 1 മുതൽ 10 വരെ നമ്മൾ 10 ഫങ്ഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബോൾഡ് ആക്കാം, ഒന്ന് ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇത് ആണ് ഇവിടുത്തെ സം, ആവറേജ്, കൗണ്ട്, മാക്സ്, മിൻ. മാക്സിന് മാക്സിമം ആണ്. അത് പറഞ്ഞത് എന്താണെന്നുള്ളത്. മാക്സിമം, മിൻ എന്ന് പറഞ്ഞാൽ മിനിമം, കോൺകാറ്റനേറ്റ് എന്താണെന്ന് പറയാം. ലെഫ്റ്റ്, റൈറ്റ്, റോമൻ ലെറ്റേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. T63. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് നമുക്ക് ബേസിക്കലി ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അത് നമുക്ക് സം എന്ന് പറയുന്ന ഫങ്ഷൻ, ഇത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, എന്നാലും അറിയാൻ കഴിയാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ടാകാം. എക്സൽ ഷോയിങ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ സം നമുക്ക് ഫോർമുല യൂസ് ചെയ്തും, അല്ലെങ്കിൽ നമുക്കിവിടെ വേണ്ട ഈ പറഞ്ഞ ഹോം ബട്ടണിൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇവിടെ സം, ആവറേജ്, കൗണ്ട്, നമ്പേഴ്സ്, മാക്സിമം, മിനിമം, പിന്നെ മോർ ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം അവിടെ. അപ്പം ഞാൻ ആദ്യം നമുക്ക് കുറേ ഫിഗേഴ്സ് ഇവിടെ 1 മുതൽ 10 വരെയുള്ള. അപ്പോൾ നമുക്ക് 1 മുതൽ 10 വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്ന് രണ്ടിടം വരെ ഇത് നമുക്ക് ഓട്ടോ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 1 മുതൽ 10 വരെ കിട്ടും. അപ്പോൾ 1, 2, 3 to 10. അപ്പോൾ ഇതിൻ്റെ സം നമുക്ക് ഈ ഇവിടുത്തെ എഡിറ്റിംഗ് ബാറിലെ ടൂൾ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇത്രയും സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ പോവുക, സം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ സം കിട്ടും. നമുക്ക് സം ആകത്തുക, അതായത് മൊത്തം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ സം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ സം ടോട്ടൽ കിട്ടും. അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർമുല ഉപയോഗിക്കുക. ഫോർമുല ഏത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം ഈക്വൽസ് എന്നുള്ള സൈൻ നമ്മൾ ഉപയോഗിച്ചിട്ട് സം, അപ്പം നമുക്കിവിടെ സം കിട്ടും. ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടം മുതൽ ഇവിടം വരെ ഡ്രാഗ് ചെയ്യാം, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക, സം കിട്ടുക. ഇതാണ് സം എന്ന് പറഞ്ഞാൽ. ഒന്നര കാണിച്ചില്ല. ഈക്വൽസ് സം, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ സം കഴിഞ്ഞിട്ട് നമ്പേഴ്സ് 1 മുതൽ എവിടം വരെ നമുക്ക് വേണമെന്നുള്ള റേഞ്ച് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 മുതൽ അതിനെ നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് 10ൻ്റെ അവിടം വരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ എവിടം വരെയാണ് സം വേണമെന്ന് വെച്ചാൽ അവിടം വരെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് സം കിട്ടും. നമുക്ക് സം ടോട്ടൽ ഓഫ് ദീസ് ഫിഗേഴ്സ് ആണിത്. എന്നാൽ ഈ 1 മുതൽ 10 വരെയുള്ളതിൻ്റെ ആകത്തുക. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് കാണാം, അല്ലാതെ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് കാണാം. അടുത്ത ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കൊരു സെർട്ടൺ നമ്പർ ഓഫ് എമൗണ്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സിൻ്റെ ആകത്തുകയെ നമ്മൾ അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആകത്തുകയെ
അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിവിടെ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ആവറേജ് സെലക്ട് ചെയ്യുക. ഇവിടെ കിട്ടും നമുക്ക് 5.5. അത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ടോട്ടൽ സം എത്ര ആയിരുന്നു? സം ക്ലോസ് 55 സം ആയിരുന്നു. അപ്പോൾ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ 10 ആണ്. 55 ഡിവൈഡഡ് ബൈ 10 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5.5 ആവറേജ് കിട്ടും നമുക്ക്. അപ്പോൾ ആവറേജ് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഫോർമുല കൊടുക്കാം. ഈക്വൽസ് ആവറേജ്, ഇവിടെ രണ്ടാമത്തെ ആവറേജ്, എന്നിട്ട് എവിടെ മുതലുള്ള ഏത് റേഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുക, ഇവിടം വരെ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, 5.5 ആവറേജ്. അപ്പോൾ ഇതൊന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോർമുല കാണാൻ പറ്റും. അപ്പം സം ടോട്ടൽ മനസ്സിലായി, ആവറേജ് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതാണ് നമുക്ക് കൗണ്ട്. കൗണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണം, എന്നുവെച്ചാൽ ഒരു സ്പെസിഫൈഡ് സെല്ലിലുള്ള നമ്പേഴ്സിൻ്റെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. ഇപ്പം നമുക്ക് ഇതിപ്പം 1 മുതൽ 10 വരെ കൃത്യമായിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം 10 എണ്ണം ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കുറേ ഫിഗേഴ്സ് എഴുതണം. 5, 8, 12, 14, 22, 89, സോറി അതെന്താ ഫോർമാറ്റിംഗ് പ്രശ്നമാണ്. 25, ഇവിടെ നിന്ന് ഫോർമാറ്റ് ചെയ്യാനായിട്ട് 25, 56, 75, 12, 32, 25, 45 എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ നമ്പേഴ്സ് എന്താ ഇവിടെ അങ്ങനെ വന്നത്? അപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സ് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കൗണ്ട് എത്ര ആണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് കൗണ്ട് വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഇക്വേഷൻ എവിടെയാണ് നമ്മളത് ഇൻസേർട്ട് ഉണ്ടെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ അത് നമുക്ക് ഇവിടെയാണ് അതിൻ്റെ കൗണ്ട് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയാണ് കൗണ്ട് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയാണ് അറിയണമെങ്കിൽ നമ്മളവിടെ വെച്ചിട്ട് ആ സെല്ലിൽ വെച്ചിട്ട് ഈക്വൽസ് കൊടുക്കുക, COUNT കൗണ്ട് എന്നുള്ള ഫോർമുല, എന്നിട്ട് ഇത് ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 12 എണ്ണം ഉണ്ടോ ടോട്ടലായിട്ട്? ടോട്ടൽ 12 എണ്ണം ഉണ്ട്. നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് ആണ്. വാല്യൂസ് ഉള്ള, ഇതിനെല്ലാം വാല്യൂസ് എന്ന് പറയുന്നത്. ഈ വാല്യൂസ് ഉള്ള സെല്ലുകളുടെ ടോട്ടൽ നമ്പറാണ് കൗണ്ട് എന്നുള്ളത്. കൗണ്ട് ഇവിടെയും കിട്ടും തോന്നും. കൗണ്ട് നമ്പേഴ്സ് നമുക്ക് നോക്കാം. അങ്ങനെ അവിടെ നിന്ന് നോക്കാം. ഇപ്പം ഇത് മൊത്തവും സെലക്ട് ചെയ്തിട്ട് എവിടെയാണ് സെലക്ട് ചെയ്യുക, അതിൻ്റെ ഇവിടെ കൗണ്ട് നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് 12 കിട്ടും. അപ്പോൾ അതാണ് കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൗണ്ട് എന്നുള്ള ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ ആകത്തുക, ആവറേജ് എന്ന് പറഞ്ഞാൽ ആകത്തുകയുടെ ആവറേജ്, ഉള്ള വാല്യൂസിൻ്റെ ആവറേജ്. അത് നമുക്കറിയാം സിമ്പിളായിട്ട് അതിൻ്റെ ടോട്ടൽ സം ടോട്ടൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എന്നുള്ളതാണ്. പിന്നെ കൗണ്ട്. ഇനി മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂസ് ഇപ്പോൾ ഇവിടെ 5, 8, 12, 14, 22, 25, 86, 75, 12, 32, 75. അപ്പോൾ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസിൽ, അപ്പോൾ ഇത്രയും വാല്യൂസിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണ് നമുക്കറിയണം. അപ്പം ഇക്വേഷൻ മാക്സിമം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ മുതൽ നമ്മൾ ഡ്രാഗ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ 75 എന്നാണ് കാണിക്കുന്നത്. ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളതാണ് 75ആണ്. അപ്പോൾ അതാണ് മാക്സിമം എന്ന് പറയുന്നത്. ഇനി നമുക്കതിനെ ഈ ഇവിടുത്തെ
ഇവിടെ പോയി നോക്കിയാലും നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സെലക്ട് ചെയ്ത് ഇത്രയും, എന്നിട്ട് മാക്സിമം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 75 നമുക്ക് മാക്സിമം കിട്ടി. നമുക്ക് ഈ വാല്യൂസിലെ ഏറ്റവും മാക്സിമം വാല്യൂസാണ് 75 എന്നുള്ളത്. അതുപോലെ മിനിമം അത് തന്നെയാണ്. ഈ വാല്യൂസിലെ ഏറ്റവും മിനിമം ഏതാണ് എന്നുള്ളതാണ് മിൻ അല്ലെങ്കിൽ മിനിമം എന്നുള്ളത്. അത് സെയിം തന്നെ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. 5 ആണ് ഇതിനകത്തിലെ ഏറ്റവും മിനിമം വാല്യൂ. 5 ആണ് നമുക്കറിയാം. 5 മുതലാണ് തുടങ്ങുന്നത്, 5 മുതൽ 8. അപ്പോൾ മാക്സിമം മിനിമം അത് തന്നെയാണ്. പിന്നെ നമുക്ക് കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്ന 6ാമത്തെ ഈ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉദാഹരണത്തിന് നമ്മൾ പല 2-3 സെല്ലുകളിലായിട്ട് ഫോർ എക്സാമ്പിൾ എന്താണ് അയാം അടുത്ത സെല്ല് വെരി ടയേർഡ് എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ 3 ഡിഫറെൻറ്റ് സെല്ലിലുള്ള 3 ടെക്സ്റ്റിനെ ഒറ്റ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കോൺകാറ്റിനേറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കോൺകാറ്റിനേറ്റ് തന്നെ ഇവിടെ ഉണ്ട്. കോൺകാറ്റിനേറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് തന്നെ ഇവിടെ ടെക്സ്റ്റ് 1 ടെക്സ്റ്റ് 2 എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് സെലക്ട് ചെയ്തു ഡ്രാഗ് ചെയ്ത് ഇതായിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊരു എന്താ പ്രശ്നമുണ്ടല്ലോ ഇതെറ്റി. ഒന്ന് ട്രൈ ചെയ്തിട്ട് കോൺകാറ്റിനേറ്റ് രണ്ട് സെല്ലൊന്നുമില്ല. ഓക്കെ, ഞാൻ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ 1 മിനിറ്റ്. ഓക്കെ, അതായത് ഒരു സെക്കൻഡ് ഞാൻ പറയാവേ. ഇവിടെ എന്തോ മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ലെഫ്റ്റ് എന്നുള്ളതാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റിനെ ഈ കോൺകാറ്റിനേറ്റ് ലെഫ്റ്റ് റൈറ്റ് ഈ 3 ടെക്സ്റ്റിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഞാനൊരു നമ്മൾ ട്രിവാൻഡ്രം എന്നുള്ളൊരു ടെക്സ്റ്റ്. അപ്പോൾ അത് നമ്മളിവിടെ ഈ ടെക്സ്റ്റിൻ്റെ ഇപ്പം ലെഫ്റ്റ് എന്ന് പറയുമ്പം ഇടത്തു നിന്ന് നമുക്ക് എത്ര ലെറ്റർ കാണിക്കണം, റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റിൽ നിന്ന് എത്ര ലെറ്റർ കാണിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് അത് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ലെഫ്റ്റ് നോക്കാം. ലെഫ്റ്റ് LEFT എന്നുള്ളത് തിരഞ്ഞെടുക്കുക. നമ്പർ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോമ ഇടുക, ഒരു 5 കൊടുക്കുക. 5 കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് TRIVA, അതായത് ഇടത്തുനിന്ന് ആദ്യത്തെ 5 അക്ഷരം നമുക്ക് കിട്ടും. റൈറ്റ് ആണെങ്കിൽ റൈറ്റിൽ നിന്ന് RIGHT ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോമ കൊടുക്കുക. 5 4 എത്ര നമുക്ക് ആവശ്യം, നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പം വലത്തുനിന്നും ഇങ്ങോട്ടുള്ള 5 അക്ഷരം നമുക്ക് കിട്ടും. 1 2 3 4 5. അപ്പോൾ ഇതാണ് ലെഫ്റ്റും റൈറ്റും. അത് ടെക്സ്റ്റിനെ സംബന്ധിച്ചാണ്. ഈ കോൺകാറ്റിനേറ്റ് എന്തോ ഒരു മിസ്റ്റേക്ക് ഇവിടെ കാണിക്കുന്നത്, ഞാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതൊന്നും നോക്കട്ടെ. കോൺകാറ്റിനേറ്റ് ഇത് 3 ചെയ്ത് നോക്കട്ടെ, ഒന്നുകൂടെ കറക്റ്റ് ആവും നോക്കട്ടെ. കോൺകാറ്റിനേറ്റ് ടെക്സ്റ്റ് 1 കോമ ഉണ്ട്, ചുമ്മാല്ലെന്ന് തോന്നുന്നു. ടെക്സ്റ്റ് 2 കോമ ടെക്സ്റ്റ് 3. ഓക്കെ,
ട്രിവാൻഡ്രം കറക്റ്റ്. ഇപ്പോഴാണ് ശരിയത്. അത് മുമ്പേ കോമ ഇട്ടില്ലായിരുന്നു. അതായത് കോൺകാറ്റിനേറ്റ് കഴിഞ്ഞ് ടെക്സ്റ്റ് പല സെല്ലിലുള്ള ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യുക. ആദ്യത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കോമ, രണ്ടാമത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് മൂന്നാമത്തെ സെല്ല് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂന്നും കൂടെ ജോയിൻ ചെയ്തുള്ളൊരു ടെക്സ്റ്റ് ഇവിടെ കിട്ടും. മുമ്പേ ഞാൻ എന്താണ് ചെയ്തത്, നമുക്കൊന്ന് മുമ്പിലത്തെ നോക്കാം. ഐ ആം വെരി ടയേർഡ് എന്നുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് കോൺകാറ്റനേറ്റ് ഐ ആം കോമ വെരി കോമ. അപ്പോൾ അത് ഒറ്റ ടെക്സ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതാണ് കോൺകാറ്റനേറ്റ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ ഫോമുല നമുക്ക് അതൊരു ഫങ്ഷനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള എക്സലിലെ ചില ഫങ്ഷൻസാണ്. അപ്പോൾ സമ്മ്, ആവറേജ്, കൗണ്ട്, മാക്സിമം, മിന്ന്, കോൺകാറ്റനേറ്റ്, ലെഫ്റ്റ്, റൈറ്റ്. ഇനി റോമൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റോമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റോമൻ ലെറ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈക്വൽസ് റോമൻ, എന്നിട്ട് ഈ 1 റോമൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 റോമൻ ലെറ്ററാണ് ഈ കണ്ടത്. അപ്പോൾ അതിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ താഴെ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര എണ്ണത്തിൻ്റെ റോമൻ ലെറ്റർ നമുക്ക് കിട്ടും. ഇതാണ് റോമൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7. അപ്പോൾ റോമൻ ലെറ്റർ നമുക്ക് എക്സൽ ലെവലിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഇക്വേഷൻ, ഈ ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടുത്തെ നമുക്ക് നോക്കാം. റോമൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതിനെ ഡ്രാഗ് ചെയ്ത് അപ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ റോമൻ ലെറ്റേഴ്സ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് 1000-ൻ്റെ ആണെങ്കിൽ 1000 റോമൻ നോക്കാം. റോമൻ 1000, ഇതാണ് 1000-ൻ്റെ റോമൻ ലെറ്റർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് റോമൻ ലെറ്റർ എന്നുള്ള ഇക്വേഷൻ, റോമൻ എന്നുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് റോമൻ ലെറ്റർ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും എക്സലിൽ. ഇനി ഡേസ് 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡേറ്റുകൾക്കിടയിലുള്ള ദിവസങ്ങളുടെ എണ്ണമാണ്. ഇപ്പം 2 ഡേറ്റ് ഞാൻ അവിടെ കൊടുക്കാം. ഇപ്പം 20/03/2023, ഇന്നത്തെ 25/7/2024. അപ്പോൾ ഈ 2 ഡേറ്റുകൾക്കിടയിലുള്ള ദിവസങ്ങൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഡേയ്സ് 360 എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഇവിടെ വേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഉണ്ട്, എൻഡ് ഡേറ്റ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇതാണ്, കോമ കൊടുക്കുക. എൻഡ് ഡേറ്റ് ഇതാണ്, കോമ കൊടുക്കുക. ഇവിടെ ഒരു മെത്തേഡ് എന്നുണ്ട്, അതൊരു ഓപ്ഷണലാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 485 എന്നുള്ള ഒരു നമ്പർ കിട്ടും. അപ്പോൾ ഈ 2 ഡേറ്റിനിടയിലുള്ള ദിവസമാണ് 485 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊരു ഡേറ്റ് കൊടുക്കാം നമുക്ക്. ഇപ്പം 01 ജാനുവരി 1 ജാനുവരി 2023 മുതൽ 31 ഡിസംബർ 2023 വരെ. നമുക്കറിയാം 365 ആയിരിക്കുന്നറിയാം. ഡേയ്സ് 360 എന്നുള്ള ഓപ്ഷൻ, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, കോമ, എൻഡ് ഡേറ്റ്, ബ്രാക്കറ്റ് ക്ലോസ്. 360 ഡേയ്സ് ഉണ്ട്, അതല്ല. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഡേയ്സ് 360 എന്നുള്ള ഫോമുല വെച്ചിട്ട് ഈ ഒരു പർപ്പസിനെ നമുക്ക് സെർവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റുന്ന ഫോർമുലാസ് എല്ലാം തന്നെയാണിത്. സമ്മ്,
കാരണം എക്സലിലൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കണതാണ് സം, ആവറേജ് ഉണ്ടാകാം, കൗണ്ട്, മാക്സിമം, മിനിമം, കോൺകാറ്റനേറ്റ്, ടെക്സ്റ്റ് വരുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ടെക്സ്റ്റ് വരുമ്പോൾ ഈ മൂന്നെണ്ണം ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടെക്സ്റ്റാണത്. അപ്പം ടെക്സ്റ്റ് റിലേറ്റഡ് എന്ന് പറയുന്നത് ഏത്? ഈ കോൺകാറ്റനേറ്റും മാർജിൻ ഓക്കെ. അപ്പോൾ ഇത് മൂന്നും മാർജല്ലേ, സെല്ല് മാർജാണല്ലേ, മാർജ് സെൽസ്. ഓക്കെ. ഇത് മൂന്നും എന്താണ്? ടെക്സ്റ്റ് റിലേറ്റഡ് ആണ്. പിന്നെ റോമൻ എന്നുള്ളത് നമുക്കറിയാം, റോമൻ ലെറ്റേഴ്സ്. ഡേയ്സ് 360 എന്ന് പറയുന്നത് ഡേയ്സ് 360 എന്ന് പറയുന്നത് രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള ദിവസങ്ങൾ കണ്ടുപിടിക്കാൻ. വളരെ അടുത്തല്ലാത്ത രണ്ട് ഡേറ്റുകൾ തമ്മിലാകുമ്പോൾ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല മാനുവലായിട്ട്. അപ്പോൾ അത് എക്സലിൽ നമുക്ക് ഡേയ്സ് 360 എന്നുള്ളത് നമുക്കിപ്പം ഡേയ്സ് 360 എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള പിന്നെ എണ്ണങ്ങൾ എത്ര ദിവസം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം സമ്മ്, ആവറേജ്, കൗണ്ട്, മാക്സിമം, മിനിമം, കോൺകാറ്റനേറ്റ്, ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് സം ഉപയോഗിക്കുക. ഓക്കെ. എന്നിട്ട് സെലക്ട് ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്യുക. ഇവിടെ ആവറേജ് ഉപയോഗിക്കുക. എന്നിട്ട് റേഞ്ച് സെലക്ട് ചെയ്യുക. അതാണ് നമ്പർ 1. ഇവിടെ മുതൽ എവിടം വരെയാണെന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കൗണ്ട് അങ്ങനെ തന്നെ. ആദ്യം എല്ലാ ഫോർമുലയ്ക്കും മുമ്പ് ആദ്യം ഇക്വേഷൻ ഈക്വൽസ് എന്നുള്ള സൈൻ കൊടുക്കണം. എന്നിട്ട് കൗണ്ട്, COUNT, കൗണ്ട് എന്നുള്ളത് കൊടുക്കുക. വാല്യൂ 1, വാല്യൂ 2 എന്നുള്ളത് റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. മാക്സിമം അത് തന്നെ, ഈക്വൽസ് മാക്സ് നമ്പർ 2. കാരണം ഏത് മുതൽ എവിടം വരെയുള്ള റേഞ്ചിലാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടേണ്ടത്. അതുപോലെ മിനിമം അത് തന്നെ, മിനിമം വാല്യൂ കിട്ടേണ്ടത് ഈക്വൽസ് മിനിമം നമ്പർ 1, നമ്പർ 2 എന്നും പറഞ്ഞിട്ട് ആ റേഞ്ചാണ് കാണിക്കുന്നത്. കോൺകാറ്റനേറ്റ് എന്ന് പറയുമ്പോൾ ഈക്വൽസ് കോൺകാറ്റനേറ്റ്, ഡബിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ ടെക്സ്റ്റ് 1 നമ്പർ ഞാൻ കാണിച്ചു തന്നില്ല, അത് സെലക്ട് ചെയ്യുക. കോമയിട്ട് സെലക്ട് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റിൽ നിന്നും നമുക്ക് എത്ര ലെറ്റേഴ്സ് വേണം. ഇപ്പോൾ ട്രിവാൻഡ്രത്തിന് ഞാൻ പറഞ്ഞു, ട്രിവാൻഡ്രത്തിൻ്റെ ഇപ്പോൾ തന്നെ ഇവിടെ ലെഫ്റ്റ് എന്നിട്ടിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് എത്ര നമ്പർ ചാർട്ട്സ്, ലെഫ്റ്റിൽ നിന്ന് എത്ര വരെയുള്ള ലെറ്റേഴ്സാണ് നമുക്ക് വേണ്ടത്. അപ്പം 4 TRIV എന്ന് നമുക്ക് കിട്ടും. TRIV, ട്രൂ എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. വലത്തുനിന്നാണെങ്കിൽ നമ്മൾ എത്ര ലെറ്റർ നമ്പർ കൊടുക്കുന്നു അത്രയും നമുക്ക് കിട്ടും. അതാണ് ലെഫ്റ്റും റൈറ്റും. ഈക്വൽസ് റൈറ്റ്. നമ്മളാദ്യം മൊത്തം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴേ ഇവിടെ വരും. ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതലത് നമുക്ക് പ്രിസൈസർ കിട്ടും. റൈറ്റ്. എന്നിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോമ ഇടുക, എന്നിട്ട് എത്ര ലെറ്റർ വേണം നമ്പർ കൊടുക്കുക. എന്നിട്ട് റോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ ലെറ്റേഴ്സ് നമുക്ക് കിട്ടും. അതുമ്പോ ഞാൻ കാണിച്ചു 1 മുതൽ 10 വരെ ഉള്ളത്. എന്നിട്ടത് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, റോമൻ ലെറ്റേഴ്സ് കിട്ടും. പിന്നെ ഡേയ്സ് 360
എന്നിട്ടത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് കോമ എൻഡ് ഡേറ്റ് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം ഡേറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചുമ്മാ ഡേറ്റ് കൊടുത്താൽ പറ്റത്തില്ല, ചുമ്മാ ഒരു ഫിഗർ കൊടുത്താൽ പറ്റത്തില്ല, ചുമ്മാ ഒരു നമ്പർ കൊടുത്താൽ പറ്റത്തില്ല. ഡേറ്റിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെ തന്നെ കൊടുക്കണം. 25/03/2022 അല്ലെങ്കിൽ എൻഡ് ഡേറ്റ് 25/11/2023 എന്നിട്ട് ഡേയ്സ് 360 സ്റ്റാർട്ട് ഡേറ്റ് കോമ എൻഡ് ഡേറ്റ് ക്ലോസ് ദ ബ്രാക്കറ്റ് എൻ്റർ. 600 ദിവസം നമുക്ക് കിട്ടും കൃത്യമായിട്ട്. എക്സലൊന്നും തരത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എക്സൽ ഫങ്ഷൻസ്. ഇവിടെ നമുക്ക് എക്സൽ ഫങ്ഷൻസ് പറയാം. എക്സൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫോമുലാസ് എന്ന് പറയാം. ഫോമുലാസ്, ഒത്തിരി ഫോമുലാസും ഫങ്ഷൻസും ഉണ്ട്, അഡ്വാൻസ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അതിപ്പം തൽക്കാലം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് എക്സൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ എക്സൽ ഫോമുലാസ്. അപ്പോൾ ഇത്രയും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അറിയാത്തവർ, പ്രത്യേകിച്ച് നമ്മുടെ ബികോം ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള MBA ഗ്രാജുവേറ്റ്സ്, ബികോം ഗ്രാജുവേറ്റ്സിനൊക്കെ എക്സലൊക്കെ വളരെ, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ എക്സൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. എക്സൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകൾ ഒത്തിരിയൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ കുറേയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എക്സൽ ഉപയോഗിക്കുന്നവരൊക്കെ വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ സം, ആവറേജ്, കൗണ്ട്. ബികോമിന് അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ കോഴ്സിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും എക്സൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആവശ്യമായിട്ടുള്ളൊരു റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കരിയറിനെ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ലേണിംഗ് ടോപ്പിക്കുമായിട്ട് ലെറ്റ്സ് സീ. ഓക്കെ, ടിൽ ദെൻ ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.